ഹായ് ഹലോ. അപ്പം ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ഡേ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇന്നലത്തെ ഡേ ഹോസ്പിറ്റലും കാര്യങ്ങളുമായിട്ട് ഇന്നലത്തെ ഒരു ഡേ അങ്ങ് പോയി. നമ്മളിപ്പോൾ വീട്ടിലില്ല കേട്ടോ, വലിയച്ഛൻ്റെ വീട്ടിലാണുള്ളത്. കാരണം നമ്മൾ ഹോസ്പിറ്റലിൽ പോയി എളുപ്പം നോക്കിയാൽ ഇവിടെ വന്നത്. 2 ദിവസം എനിക്ക് പോകുന്ന, ഒരു ദിവസം അബീനെയും കൊണ്ട് കാണിക്കണം, ഇന്നലെ എനിക്ക് കാണിക്കണമായിരുന്നു. അപ്പോൾ 2 ദിവസം കൊണ്ട് വ്ളോഗൊന്നും എടുക്കാൻ പറ്റുന്നില്ല, വ്ളോഗ് ചെയ്യാൻ പറ്റുന്നില്ല, ഷോർട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. അപ്പം കുറച്ച് കാര്യങ്ങളും തിരക്കുമായിപ്പോയി. ഇന്നത്തെ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇവിടുത്തെ വീടും പരിസരവും ഒക്കെ കാണിച്ചു തരാം. ഇതാണ് നമ്മളിവിടെ ശീലനെല്ലിക്കുന്നു അതെന്നൊക്കെയാണ് പറയുന്നത്. നമ്മുടെ നാട്ടിൽ കാണുന്ന എല്ലായിടത്തും കാണും. കണ്ടു അത് കടിച്ചാൽ മതി. ഇതാ അടുത്തതായിട്ട് പേരയ്ക്ക അരിയുന്ന കേട്ടോ. പേരയ്ക്ക അരിയുന്നല്ല, കട്ട് ചെയ്ത് കഴിക്കാം. കാരണം ഇപ്പം ഫ്രൂട്ട്സും വെജിറ്റബിളൊക്കെ എനിക്ക് ഒരുപാട് കഴിക്കണമെന്നാണ് പറയുന്നത്. അപ്പം ആദിക്കായാലും എനിക്കായാലും അനുവിനായാലും നമുക്ക് സാധാരണക്കാർക്ക് ആർക്കായാലും ഇപ്പം ഈ ചൂട് സമയത്ത് ഒരുപാട് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കഴിക്കണമല്ലോ. അപ്പം നമ്മൾ കുറച്ചൊക്കെ നമ്മളെ ജീവിതശൈലി മാറ്റാനായിട്ട് തീരുമാനിച്ചല്ലേ അനീസ്? നേരത്തെ മാറ്റിയാ? അപ്പൊ ആദിക്കും ഇഷ്ടമാണ്. ചില സമയത്ത് ആദ്യം കഴിക്കുന്നുണ്ട് പേരക്കൊക്കെ, ചില സമയത്തൊന്നും കഴിക്കൂല. ഇത് നല്ല പേരക്കാണ് കേട്ടോ. കാരണം ഇങ്ങനെയുള്ളത് ചിലത് കൊള്ളത്തില്ല, ഒട്ടും കൊള്ളത്തില്ല. ഇത് അതിന്റെ വിത്ത്, അതായത് അരി വലുതായിട്ടില്ല. നമുക്കറിയാൻ പറ്റത്തില്ല, പേരയ്ക്ക് പല ടൈപ്പിലുണ്ട്. പക്ഷെ ഇതും നമ്മക്കും വലുതായിട്ട് ഇങ്ങനെ ഇതാണ് മേടിക്കാവുള്ളതെന്ന് അറിയത്തില്ല. നമ്മൾ ഒരു ദിവസം മേടിച്ചപ്പോഴത്തേക്ക് നല്ല പേരയ്ക്കായിരുന്നു. അങ്ങനെ പിന്നെ ഇത് തന്നെ ദിവസം അമ്മ അച്ഛനും കൂടെ മേടിച്ചുകൊണ്ടുവന്നു. പിന്നെ നമ്മൾ ഇത് തന്നെ മേടിക്കുന്നത്. കൊള്ളാമോ ആദ്യകൂട്ടാ? കൊള്ളാം. പിന്നെ ഇവിടെ എയർപോർട്ട് അടുത്താവുകൊണ്ട് അതുകൂടെ എപ്പോഴും ഓട്ടമാണ്. അതുകൊണ്ട് ഇതുവഴിയാണ് ഫ്ലൈറ്റ് എല്ലാം നമ്മൾ നല്ല രീതിയിൽ കാണാൻ പോകുന്നത്. അപ്പൊ ഇതുവഴിയാണ് പോകുന്നത്. അപ്പൊ എപ്പോഴും ഓട്ടമാണ് കാണാനായിട്ട്. ഇതിന്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു സമയത്ത് നോക്കട്ടെ, ഫ്ലൈറ്റ് ഇതുവഴി പോകാൻ കാണാൻ പറ്റുമെന്ന് നമ്മൾ ആഡ് ചെയ്തേക്കാം വീഡിയോ. അപ്പം ഒരു 4-5 വർഷത്തിന് മുന്നേ ഇവിടേക്കെന്ന് വെച്ചാൽ നമ്മളെ പെരേടത്തിന് കൂടിപ്പോയ ഒരു 1 ലക്ഷം അല്ലെങ്കിൽ 1 ലക്ഷത്തിനകത്തൊക്കെ വരുള്ളൂ. 1 ലക്ഷം എന്ന് വെച്ചാൽ ഇവിടെയൊക്കെ നമ്മളെ നാട്ടിൻ പ്രദേശങ്ങളൊക്കെ കിടന്ന സ്ഥലങ്ങളാണ് കേട്ടോ. ഇവിടെ പിന്നെ 5 ഒരു 10 വർഷത്തിന് മുന്നേ ഒക്കെ തുച്ഛമായ റേറ്റിന് ആർക്കും വേണ്ടാതെ കിടന്ന പെരങ്ങ വെച്ചാൽ ഒരു നമ്മളെ ഈ എന്തിനാണ് നമ്മളെ നാട്ടിൻ പ്രദേശത്തുള്ള ആ റേറ്റില്ലേ പെരടത്തിന്, അതേപോലെ കിടന്നതാണ്. ഇപ്പോഴങ്ങാട്ട് ലുലുമാള് വന്ന്, ഇവിടെ അങ്ങോട്ട് ബൈപ്പാസ് വന്ന്, അതൊക്കെ വന്നപ്പോഴത്തേക്ക് ഒരു സെന്റിനെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഈ വലിയച്ഛൻ്റെ ഇവിടെ നിൽക്കുന്ന ഈ ഭാഗത്ത് തന്നെ 21 ലക്ഷം 20 ലക്ഷം രൂപയ്ക്കൊക്കെയാണ് ഒരു സെന്റിന് റേറ്റ്. അപ്പം ഒരു ദിവസത്തെ മാറ്റങ്ങളൊന്നും ആലോചിക്കണേ. എന്തോ മാജിക്ക്? അതിൻ്റെ ഇടയ്ക്കിടെ ആദ്യക്കൂട്ടം എന്തോ മാജിക് കാണിച്ചു തരാമെന്ന്. അപ്പൊ അതാണ് ഇവിടത്തേക്ക് മാറ്റങ്ങൾ. ഇവിടെ ആ സമയങ്ങളിൽ ആൾക്കാർക്ക് ഇവിടെ പെരടം വേണ്ട. ഇപ്പൊ ആൾക്കാർക്ക് ഇവിടെ പിടിയാ പെരടത്തിന്, അത്രയ്ക്ക് ഇവിടെ ഡിമാൻഡാണ്. ഇവിടെ പെരടം കിട്ടാനില്ല ഇപ്പൊ. അത് പൂച്ച കയറിയത് ആണ്ടാ, നമ്മളെ വണ്ടിയുടെ സീറ്റിൽ കംപ്ലീറ്റ് പൂച്ച കയറി വന്നായി. പോട്ടെ. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. ഇതാണ് ബോള്. ഒറ്റയ്ക്കേ ഉള്ളു കളിക്കാനായിട്ട്. ഓക്കെ, അപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തു. അപ്പം ഇന്നത്തെ വ്ളോഗ് അങ്ങ് കംപ്ലീറ്റ് ചെയ്യാണ്. ഇത്രയൊക്കെ ഉള്ളു. ഇന്നലെ ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല. ആ ഒരു സിറ്റുവേഷൻ അല്ലായിരുന്നു. ലുലുവിൽ പോണെന്ന്. എവിടെ പോണോക്കളെ? ലുലു പോയിട്ട് നാളെ വരും. അവന് ഭയങ്കര ഇഷ്ടമാണ് ലുലുവിൽ പോയി കളിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അവിടെ പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഓക്കെ, ബാക്കിയുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയെ കാണാം. ചെറിയൊരു വ്ളോഗാണ്, പ്രത്യേകിച്ച് വ്ളോഗിലൊന്നും ഇല്ല സത്യം പറയാൻ. ഇന്നലത്തെ വ്ളോഗും കാര്യങ്ങളും എടുക്കാത്ത ആ ഒരു ഇതാവുകൊണ്ടാണ് എടുക്കാത്തത്. ഹോസ്പിറ്റൽ കേസും അതുപോലെ ഹോസ്പിറ്റലിൽ നമ്മൾ വീഡിയോ എടുക്കുന്നത് ചില ഹോസ്പിറ്റൽ അതിനോടല്ല, എന്നാൽ കൂടെ നമുക്ക്
ഒരു വീഡിയോ എടുക്കാനുള്ള സിറ്റുവേഷനൊന്നും അല്ലായിരുന്നു. അതുകൊണ്ടൊക്കെയാണ് നമ്മൾ വീഡിയോ എടുക്കാത്തത്. അപ്പോൾ ഓക്കെ, ഇത്രയേ ഉള്ളൊരു വ്ളോഗ്. നമ്മളൊരു കൊച്ചൊരു വ്ളോഗാണ്. നമ്മളെ കാര്യങ്ങളൊക്കെ പറയാൻ മാത്രമായിട്ട് ഞാൻ വന്നതാണ്. പ്രത്യേകിച്ച് വ്ളോഗിലൊന്നുമില്ല. ഓക്കെ, അപ്പം അടുത്തൊരു വ്ളോഗിൽ കാണുന്നവരെ ബൈ ബൈ.